കേന്ദ്ര മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തപ്പോൾ വീണ്ടും വീണ്ടും ചർച്ചയാകുന്നത് മുസ്ലിം മത വിശ്വാസിയായ ഒരു പ്രതിനിധിയുടെ അഭാവമാണ്. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ വിഷയം ചർച്ചയാകുന്നത് BJPക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. ഭരണഘടനയിൽ തൊട്ടുതൊഴുന്ന മോദിയുടെ തട്ടിപ്പ് ഈ നിലപാടിലൂടെ വീണ്ടും പൊളിഞ്ഞു വീഴുകയാണ്. ഘടകകക്ഷികളിൽ പ്രത്യേകിച്ച് TDP അടക്കമുള്ള പാർട്ടികൾക്ക് ഇക്കാര്യത്തിൽ വലിയ എതിർപ്പുണ്ട്. മന്ത്രിസഭാ വികസനം ഉടനെ നടത്തുമ്പോൾ മറ്റു വകുപ്പുകളിൽ മുസ്ലിം മത വിശ്വാസികളായവരെ, അത് ഘടകകക്ഷികളിൽ നിന്നാണെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്തണമെന്നതാണ് TDPയുടെ അഭിപ്രായം. ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിനെ തിരികെ അധികാരത്തിലെത്തിക്കാൻ മുസ്ലിം വോട്ട് ബാങ്കുകൾ ഏറെ സ്വാധീനം ചെലുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം വിരുദ്ധ നിലപാടിൽ നിന്നും BJP വൈകാതെ പിന്നോട്ട് പോകുമെന്നത് ഉറപ്പിക്കാം. എന്തായാലും ലോകത്തെ മുസ്ലിം ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആകെ ജനസംഖ്യയുടെ 14% മുസ്ലിം മതവിശ്വാസികളാണ്. ജനസംഖ്യയുടെ ഭൂരിപക്ഷവും ചിതറിക്കിടക്കുന്നത് ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ്. അസം, തെലങ്കാന, കേരള സംസ്ഥാനങ്ങളാണ് ഗണ്യമായ മുസ്ലിം ജനസംഖ്യയുള്ള മറ്റു 3 സംസ്ഥാനങ്ങൾ. മുസ്ലിം ഭൂരിപക്ഷമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു കാശ്മീരും ലക്ഷദ്വീപുമുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളുമാണ്. ഇനി ഇന്ത്യൻ പാർലമെന്റിലേക്ക് വന്നാൽ മുസ്ലിം പ്രാതിനിധ്യം തീർത്തും ഇല്ലാതാവുന്ന പ്രവണത കണ്ടു തുടങ്ങിയത് 2014 മുതലാണ്. ഇതിനു മുമ്പ് BJPയുടെ നേതൃത്വത്തിൽ വന്ന വാജ്പേയി സർക്കാരിൽ വരെ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. 16 ദിവസം മാത്രം ആയുസ്സുണ്ടായിരുന്ന വാജ്പേയി സർക്കാരിൽ സിക്കന്ദർ ഭക്ത് മുസ്ലിം പങ്കാളിത്തം ഉറപ്പിച്ചപ്പോൾ അടുത്ത അവസരത്തിൽ ഷാനവാസ് ഹുസൈനും ഒമർ അബ്ദുള്ളയും മന്ത്രിമാരായി. ആ യാത്രയ്ക്ക് കോട്ടം സംഭവിച്ചത് 2014 മോദി സർക്കാർ വന്നപ്പോൾ മാത്രമാണ്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ അക്കാലം മുതൽക്കാണ് പടിപടിയായി പ്രാതിനിധ്യം ചുരുങ്ങാൻ തുടങ്ങിയത് എന്നും കാണാം. മോദിയുടെ ആദ്യ ടേമിലും പേരിനെങ്കിലും മുസ്ലിം പങ്കാളിത്തം ഉണ്ടായിരുന്നു. 1-ാം മോദി സർക്കാരിൽ നജ്മ ഹെപ്തുള്ളയും 2-ാം സർക്കാരിൽ മുക്താർ അബ്ബാസ് നഖ്വിയും മന്ത്രിമാരായി. 2014 ലോക്സഭയിലെ ആകെയുള്ള 543 സീറ്റുകളിൽ BJP 303 സീറ്റുകൾ കൈവശം വെച്ചിരുന്നു. BJPയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടുന്ന NDAയിൽ ഏകദേശം 46 അംഗങ്ങളുണ്ട്. അതിലാവട്ടെ ഒരു മുസ്ലിം അംഗം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ലോക് ജനശക്തി പാർട്ടിയിൽ നിന്നുള്ള മെഹബൂബ് അലി കൈസറാണ് ആ MP. NDAയുടെ ഏക മുസ്ലിം മുഖമായിരുന്നു അദ്ദേഹം. എന്നാൽ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ മന്ത്രിസഭയിലെത്തിക്കാൻ BJP ശ്രമിച്ചിട്ടില്ല. ഒരു ദശാബ്ദം മുമ്പ് ഉത്തർപ്രദേശ് അടക്കം പല സംസ്ഥാനങ്ങളിലും കിങ് മേക്കേഴ്സ് ആയിരുന്നു മുസ്ലിം മതവിശ്വാസികൾ. ആ കാലത്ത് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആവട്ടെ, മുലായം സിംഗ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി ആവട്ടെ, എല്ലാവരും തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി ആശ്രയിക്കുന്നതും മുസ്ലിം മതവിഭാഗത്തെയായിരുന്നു. ബഹുജൻ സമാജ്വാദി പാർട്ടിയിലും UPയിലും രാഷ്ട്രീയ ജനതാദൾ ബീഹാറിലും വേരോട്ടം നടത്തിയപ്പോഴാണ് കോൺഗ്രസ് സമുദായവുമായി കൂടുതൽ അടുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നോമിനേറ്റ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ട്രെൻഡ് തീരുമാനിച്ചത് BJP ആണ്. വലതുപക്ഷ രാഷ്ട്രീയവും ആശയങ്ങളും സജീവമായതോടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലെ മാറ്റത്തിനൊപ്പം നീങ്ങാൻ മതേതര പാർട്ടികളും തയ്യാറായി. ഹിന്ദുത്വ ആശയങ്ങൾ വോട്ട് കിട്ടാൻ പ്രധാനമാണെന്ന തോന്നലാണ് ഇതിന് കാരണമായതെന്നും നമുക്ക് കാണേണ്ടി വരും.